തിരുവനന്തപുരം ജില്ലയുടെ മലയോര മേഖലകളിലും ശക്തമായ മഴ തുടരുകയാണ്. പൊന്മുടിയിൽ 2 ഇടത്ത് മണ്ണിടിച്ചിലുണ്ടായി. തിരുവനന്തപുരം തെങ്കാശി സംസ്ഥാന പാതയിൽ ബൈക്കിന് മുകളിലേക്ക് മരച്ചില ഒടിഞ്ഞു വീണു. യാത്രക്കാരൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. KCBയുടെ വൈദ്യുതി ലൈനുകൾക്കും പോസ്റ്റിനും കേടുപാടുണ്ടായി. സംസ്ഥാന പാതയിൽ അരമണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. അരുവിക്കര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ ഉയർത്തും. പൊന്മുടി ഇക്കോ ടൂറിസം, പാലോട് മങ്കയം ഇക്കോ ടൂറിസവും അടച്ചു. ഇന്നത്തെ പകൽ ജനങ്ങൾ ജാഗ്രത കൈവിടരുത് എന്ന് കാലാവസ്ഥാ ഡയറക്ടർ നീത കെ ഗോപാൽ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ന് പകലൊന്ന് സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം അതിശക്തമായ മഴ പല സ്ഥലത്ത് വ്യാപകമായി പെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വേറെയാണ്. നമ്മൾ 1-2 സ്ഥലത്ത് ശക്തമായ മഴ പെയ്യുന്ന പോലെ അല്ലെ വ്യാപകമായിട്ട് ശക്തമായ മഴ പെയ്യുമ്പോൾ കിട്ടുന്ന മഴവെള്ളത്തിൻ്റെ അളവ് കൂടുതൽ. ഇപ്പം വളരെ പെട്ടെന്നായിരിക്കും നദികളിലും തോടുകളിലൊക്കെ ജലനിരപ്പ് ഉയരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ജലാശയങ്ങളിലേക്ക് പോകുന്നതും അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക, കഴിയുന്നതും അനാവശ്യ യാത്രകളൊക്കെ, അത്യാവശ്യമില്ലാത്ത യാത്രകളൊക്കെ ഒഴിവാക്കുക. പിന്നെ മലയോര മേഖലകളിലേക്ക് പ്രത്യേകിച്ചും ഒരു ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് യാത്ര ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കാറുണ്ട്. അത് കൃത്യമായും ഒന്ന് പാലിച്ചാൽ നമുക്ക് ഇന്നൊരു ദിവസം സേഫായിട്ട് നമുക്ക് കടന്നു പോകാം. സാന്ത്വന സജു വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. സാന്ത്വന, പൊന്മുടിയിൽ 2 ഇടത്താണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മുകളിലേക്ക് പോകുന്ന ഈ ഹെയർപിൻ വളവുകൾക്കിടയിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എക്കോ ടൂറിസം പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. ഇന്നത്തെ പകൽ വലിയ ജാഗ്രത വേണമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ മലയോര മേഖല കേന്ദ്രീകരിച്ച് വലിയ തോതിൽ മഴയും ചിലയിടങ്ങളിൽ മരമൊക്കെ ഒടിഞ്ഞു വീണും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അമാദു, തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. നഗരപ്രദേശത്ത് രാവിലെ 8 മണിയോടുകൂടി തന്നെ മഴ ഒന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും മലയോര മേഖലകളിൽ ഇപ്പോഴും വ്യാപകമായി തന്നെ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ പൊന്മുടി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന വഴികളിലൊക്കെ തന്നെയും മണ്ണിടിച്ചിൽ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിൽ 2 ഇടങ്ങളിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഒന്ന് 12-ാം വളവിലാണ്. 12-ാം വളവിന്റെ ഭാഗത്ത് റോഡ് ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഏതാണ്ട് 12-ാം വളവിൽ നിന്ന് ഇടിഞ്ഞിട്ട് 9-ാം വളവ് വരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 20-ാം വളവിലും മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീണ ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും പൊന്മുടിയിലേക്ക് ഉള്ള യാത്ര തൽക്കാലത്തേക്ക് നിരോധിച്ചിരിക്കുകയാണ്. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ പൊന്മുടിയിൽ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമില്ല എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പാലോട് മങ്കയം എക്കോ ടൂറിസത്തിലും നിലവിൽ ഇപ്പോൾ ഈ മഴയുടെയും മണ്ണിടിച്ചിലിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ അവിടെയും പ്രവേശനം താൽക്കാലികമായി നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാധു ആദ്യം പറഞ്ഞതുപോലെ തന്നെയാണ് വിവിധ ഇടങ്ങളിൽ ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പലയിടങ്ങളിലും റോഡിലേക്ക് ദേശീയപാതയിലേക്ക് അടക്കം മരം ഒടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യവും ഒക്കെ തന്നെയും തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായി 2 മണ്ണിടിച്ചിലുകൾ തന്നെയാണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ കാലാവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ മാധു, കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ റിപ്പോർട്ടറിനോട് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്നത്തെ പകൽ അത് വലിയ നിർണായകമായ ഒരു പകലാണ്. നമ്മൾ എന്തായാലും കൃത്യമായ രീതിയിൽ തന്നെ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഡയറക്ടറും പറഞ്ഞു വെക്കുന്നത്. കാരണം ഒരിടത്ത് മാത്രമല്ല മാധു, സംസ്ഥാനത്ത് 14 ജില്ലകളിലും വ്യാപകമായി തന്നെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ എല്ലായിടങ്ങളിലും ജാഗ്രത എന്നുള്ളത് തന്നെയാണ്. അത് മാത്രവുമല്ല, വടക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് തൃശൂർ മുതൽ അങ്ങോട്ടുള്ള ജില്ലകളിലെല്ലാം തന്നെ വ്യാപകമായി അതിതീവ്ര മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടിയാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന അലർട്ടുകൾ പ്രകാരം നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ വടക്കൻ ജില്ലകളിലെ ആളുകൾ പ്രത്യേകമായ ജാഗ്രത പുലർത്തണം എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിലെ മലയോര മേഖലകളിലാണ് കൂടുതൽ ജാഗ്രത വേണ്ടത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ കാറ്റ് വളരെ ശക്തമായി തന്നെ വീശുന്നുണ്ട്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി വീശുന്നുണ്ട്. അത് ഈ മലയോര മേഖലകളിലേക്കാണ് പടിഞ്ഞാറൻ കാറ്റ് കൂടുതൽ മഴ കൊണ്ടുവരുന്നത്. അപ്പോൾ ചെറിയ ഷട്ടറുകൾ ഉയർത്താനുള്ള തീരുമാനം കൂടിയുണ്ട്. ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകളാണ് ഉയർത്തുക. തീരദേശത്തുള്ളവരൊക്കെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിലും കനത്ത മഴ തുടരുന്ന സാഹചര്യമാണുള്ളത്. അതിനിടയിലാണ് 2 ഇടത്ത് പൊന്മുടിയിൽ 2 ഇടത്ത് മണ്ണിടിച്ചിൽ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്.